പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് നോളജാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പരീക്ഷകൾക്കും 5 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാവുന്ന ആ പോർഷൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാനിന്നിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഒരേ സമയം ഒന്നിലധികം ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒരേ സമയം ഒന്നിലധികം ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സി ആണ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ്സിലേക്ക് പോകാം. കമ്പ്യൂട്ടറുകൾ പലതരത്തിലുള്ളവയാണ്. അവയെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കഴിവുകളുടെ അടിസ്ഥാനത്തിലും തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടറുകൾ പലതരത്തിലുണ്ട്. വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലും തരംതിരിച്ചിരിക്കുന്നു. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നവയാണ് മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ PC എന്ന് പറയും. രണ്ടാമത്തത് മിനി കമ്പ്യൂട്ടർ, അടുത്തത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, അടുത്തത് സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ 4 തരത്തിലാണ് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലെ കമ്പ്യൂട്ടറുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയും. 2 മിനി കമ്പ്യൂട്ടർ, 3 മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, 4 സൂപ്പർ കമ്പ്യൂട്ടർ. ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈക്രോ കമ്പ്യൂട്ടർ അഥവാ വ്യക്തിഗത കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഉപയോക്താവിന് ഉപയോഗിക്കാനായാണ്. ഓഫീസ് ജോലികൾക്കായും വ്യക്തിഗത ആവശ്യങ്ങൾക്കുമാണ് ഇത് ഏറ്റവും അനുയോജ്യം. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി സ്റ്റോറേജ് ഏരിയ, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നീ നിലകളിൽ ഇതിനൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി സ്റ്റോറേജ് ഏരിയ, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നീ നിലകളിൽ ഇതിനൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഉപയോക്താവിന് ഉപയോഗിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടൈപ്പ് കമ്പ്യൂട്ടറാണ്. ഓഫീസ് ജോലികൾക്കും പേഴ്സണൽ ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഇത് ഏറ്റവും യോജിച്ചിരിക്കുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി സ്റ്റോറേജ് ഏരിയ, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നീ നിലകളിൽ ഇതിനൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തത് മിനി കമ്പ്യൂട്ടർ. ഒരു മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. പ്രോസസ് കൺട്രോള്, ഡാറ്റ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ പോർട്ടൽ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. ചെറുകിട സ്ഥാപനങ്ങൾ, കമ്പനികൾ എന്നിവ മിനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അപ്പോൾ മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. പല ജോലികൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. പ്രോസസ് കൺട്രോള്, ഡാറ്റ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ പോർട്ടൽ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. ചെറുകിട സ്ഥാപനങ്ങൾ, കമ്പനികൾ എന്നിവ മിനി കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. അടുത്തത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ വലിപ്പത്തിലും സംഭരണശേഷിയുടെ അളവിലും പ്രോസസ്സിംഗ് പവറിലും വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റമാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ. അപ്പോൾ വലിപ്പത്തിലുണ്ട്, സംഭരണശേഷിയുടെ അളവിലും പ്രോസസ്സിംഗ് പവറിലും വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റമാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ. ഒരേ സമയം ഒന്നിലധികം ഉപയോക്താക്കൾക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നവയാണ് ഇത്. അപ്പോൾ ഒരേ സമയം ഒന്നിലധികം ഉപയോക്താക്കൾക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നവയാണ് ഇത്. ഉയർന്ന അളവിലുള്ള ഡാറ്റ പ്രോസസ്സിംഗ് ഒതുങ്ങുന്ന ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനുകൾക്കായാണ് വലിയ ഓർഗനൈസേഷനുകൾ
ഇത്തരം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഉയർന്ന അളവിലുള്ള ഡാറ്റ പ്രോസസ്സിങ്ങിന് ഉതകുന്ന ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനുകൾക്കായാണ് വലിയ ഓർഗനൈസേഷനുകൾ ഇത്തരം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കാനും വളരെ ഉയർന്ന തോതിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് കൈകാര്യം ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. അപ്പോൾ ഉയർന്ന ഓർഗനൈസേഷനുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ. ഇവയുടെ വലുപ്പത്തിലും സംഭരണശേഷിയുടെ അളവിലും പ്രോസസ്സിംഗ് പവറിലൊക്കെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നു. പിന്നെന്താണ്, വളരെ ഉയർന്ന തോതിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് കൈകാര്യം ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. അടുത്തത് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. ഏറ്റവും വേഗമേറിയ കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. പതിനായിരക്കണക്കിന് CPU-വിലേക്ക് കമ്പ്യൂട്ടിംഗ് ജോലികൾ വിതരണം ചെയ്യാനും ഈ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്ത് ക്രോഡീകരിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ പതിനായിരക്കണക്കിന് CPU-ലേക്ക് കമ്പ്യൂട്ടിംഗ് ജോലികൾ വിതരണം ചെയ്യാനും ഈ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്ത് ക്രോഡീകരിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. സയൻറ്റിഫിക് റിസർച്ച്, കാലാവസ്ഥ പ്രവചനം, ഡേറ്റ മൈനിങ് തുടങ്ങിയ സങ്കീർണമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ സയൻറ്റിഫിക് റിസർച്ച്, കാലാവസ്ഥ പ്രവചനം, ഡാറ്റ മൈനിങ് തുടങ്ങിയ സങ്കീർണമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതാണെന്ന് വെച്ചാൽ എന്താണ്, സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. അടുത്തത് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ടറുകളെ 4ആയി തിരിച്ചിരിക്കുന്നതെന്ന് പഠിച്ചു. അവ ഏതെല്ലാമെന്ന് പഠിച്ചു. ഇനി അടുത്തത് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. 1 അനലോഗ് കമ്പ്യൂട്ടർ, 2 ഡിജിറ്റൽ കമ്പ്യൂട്ടർ, 3 ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അപ്പോൾ അവ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അനലോഗ് കമ്പ്യൂട്ടറാണ്. തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന മർദ്ദം, താപനില, വോൾട്ടേജ് തുടങ്ങിയ അനലോഗ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ അനലോഗ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന മർദ്ദം, താപനില, വോൾട്ടേജ് തുടങ്ങിയ അനലോഗ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് അനലോഗ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് വളരെ വിപുലമായ സങ്കീർണതകൾ ഉണ്ടാകും. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇതെല്ലാം. അനലോഗ് കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ തത്സമയ പ്രവർത്തനവും ഒരേ സമയം സങ്കീർണമായ ഡാറ്റ പ്രോസസ്സിങ്ങും സാധ്യമാണ്. വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പൊതു ഉദ്ദേശ കമ്പ്യൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായി അനലോഗ് കമ്പ്യൂട്ടറുകൾ നിർദ്ദിഷ്ട മേഖലകളിൽ മികവ് പുലർത്താൻ നിർമ്മിച്ചവയാണ്. അതായത് വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പൊതു ഉദ്ദേശ കമ്പ്യൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനലോഗ് കമ്പ്യൂട്ടറുകൾ നിർദ്ദിഷ്ട മേഖലയിൽ മികവ് പുലർത്താൻ നിർമ്മിച്ചവയാണ്. ഏറ്റവും വളരെ സങ്കീർണത പിടിച്ച എല്ലാ കാര്യങ്ങളും വളരെ മികവോടുകൂടി ചെയ്യാനായിട്ട് നിർദ്ദിഷ്ട മേഖലയിൽ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് അനലോഗ് കമ്പ്യൂട്ടർ. അടുത്തത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ബൈനറി കോഡ് ഉപയോഗിച്ച് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ആധുനിക സാങ്കേതിക വിദ്യയുടെ അത്ഭുതമാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ബൈനറി കോഡ് ഉപയോഗിച്ചിട്ട് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് രൂപകൽപ്പന ചെയ്ത ആധുനിക സാങ്കേതിക വിദ്യയുടെ അത്ഭുതമാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഭൗതികമായി പുനഃക്രമീകരിക്കാതെ തന്നെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വളരെ വേഗം പ്രോസസ്സ് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ഇവയ്ക്ക് ഡാറ്റ സംഭരിക്കാനുള്ള ശേഷിയും മെമ്മറി കപ്പാസിറ്റിയും വളരെ കൂടുതലാണ്. അനലോഗ് കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ച് വളരെ കുറവ് വൈദ്യുതി ഉപഭോഗമാണ് ഇവയ്ക്കുള്ളത്. അനലോഗ് കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ചിട്ട് വളരെ കുറവ് വൈദ്യുതി മതി ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്. ഇനി അടുത്തത് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ. അനലോഗ് കമ്പ്യൂട്ടറുകളുടെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെയും സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്ന കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച അനലോഗ് കമ്പ്യൂട്ടറും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും അതേ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്ന കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ. വളരെ വേഗമാർന്നതും അതുപോലെ കൃത്യതയാർന്നതുമായ പ്രോസസ്സിംഗ് ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലാണ് ഇവയുടെ രൂപകൽപ്പന. തത്സമയ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനുകളായ സിസ്റ്റം കൺട്രോള്,
ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയവ പ്രോസസ്സ് ചെയ്യുന്നതിനും പ്രശ്നത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഡിജിറ്റൽ അനലോഗ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡാറ്റയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. അപ്പോൾ തത്സമയ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനിലായ സിസ്റ്റം കൺട്രോള്, ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയവ പ്രോസസ്സ് ചെയ്യുന്നതിനും പ്രശ്നത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഡിജിറ്റൽ അനലോഗ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡാറ്റയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എബ്സിഡിക് സമ്പ്രദായം താഴെ പറയുന്നവയിൽ ഏത് ഡാറ്റയെ പ്രതിനിധാനം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? എബ്സിഡിക് സമ്പ്രദായം താഴെ പറയുന്നവയിൽ ഏത് ഡാറ്റയെ പ്രതിനിധാനം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ബി ആണ്, അക്ഷരങ്ങൾ. ഉത്തരം ബി, അക്ഷരങ്ങൾ. ഇനി അവ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ചിത്രങ്ങൾ, അക്ഷരങ്ങൾ, ശബ്ദങ്ങൾ, വീഡിയോകൾ, സംഖ്യകൾ മുതലായവയെ ഡേറ്റകൾ എന്ന് പൊതുവായി പറയുന്നു. അപ്പോൾ ചിത്രങ്ങൾ, അക്ഷരങ്ങൾ, ശബ്ദങ്ങൾ, വീഡിയോകൾ, സംഖ്യകൾ മുതലായവയ്ക്ക് ഡേറ്റ എന്ന് പറയുന്നു. എല്ലാ തരത്തിലുള്ള ഡേറ്റകളെയും കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നതിനും പ്രതിനിധാനം ചെയ്യുന്നതിനും നിശ്ചിത എണ്ണം ബിറ്റുകളായിട്ടാണ്. അപ്പോൾ എല്ലാത്തരം ഡേറ്റകളെയും കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നതും പ്രതിനിധാനം ചെയ്യുന്നതെല്ലാം നിശ്ചിത എണ്ണം ബിറ്റുകളായിട്ടാണ്. കമ്പ്യൂട്ടർ പ്രോസസ്സർ ഒരു യൂണിറ്റായി കൈകാര്യം ചെയ്യുന്ന ഒരു നിശ്ചിത വ്യാപ്തിയിലുള്ള ഒരു കൂട്ടം ബിറ്റുകളെ വേർഡ് എന്ന് പറയുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോസസ്സർ ഒരു യൂണിറ്റായി കൈകാര്യം ചെയ്യുന്ന നിശ്ചിത വ്യാപ്തിയിലുള്ള ഒരു കൂട്ടം ബിറ്റുകളെ വേർഡ് അല്ലെങ്കിൽ പദം എന്ന് പറയുന്നു. ഒരു പദത്തിലുള്ള ബിറ്റുകളുടെ എണ്ണം പദദൈർഘ്യം അല്ലെങ്കിൽ വേർഡ് ലെങ്ത് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു നിശ്ചിത വ്യാപ്തിയിലുള്ള ഒരു കൂട്ടം ബിറ്റുകളെ വേർഡ് എന്ന് പറയുന്നു. ഒരു പദത്തിലുള്ള ബിറ്റുകളുടെ എണ്ണം പദദൈർഘ്യം അല്ലെങ്കിൽ വേർഡ് ലെങ്ത് എന്നും പറയുന്നു. സാധാരണയായി കണ്ടുവരാറുള്ള പദദൈർഘ്യങ്ങളാണ് 8, 16, 32, 64. ഇതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അല്ല എങ്കിൽ അത് ഓരോ ഓപ്ഷൻസ് തന്നിട്ട് അത് ശരിയേതാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഇത്രയും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ. ഇനിയും പറയാൻ പോകുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് കമ്പ്യൂട്ടർ മെമ്മറിയിലെ അക്ഷര സമ്പ്രദായം. കമ്പ്യൂട്ടർ മെമ്മറിയിൽ അക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നതിന് വ്യത്യസ്തമായ സമ്പ്രദായങ്ങൾ നിലവിലുണ്ട്. ആസ്കി, എബ്സിഡിക്, ഇസ്കി, യൂണിക്കോഡ് എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ അക്ഷരങ്ങൾ ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ സമ്പ്രദായം, ഓരോ സിസ്റ്റം അനുസരിച്ചാണ്. അതിൽ ആസ്കി, എബ്സിഡിക്, ഇസ്കി, യൂണിക്കോഡ്. അപ്പം എബ്സിഡിക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ഇപ്പോൾ കണ്ടത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഒന്ന് നോക്കാം. ആസ്കി, ASCII കമ്പ്യൂട്ടർ മെമ്മറി സംവിധാനത്തിൽ 7 ബിറ്റുകൾ ഉപയോഗിച്ച് ഓരോ അക്ഷരവും പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ആസ്കി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറി സംവിധാനത്തിൽ 7 ബിറ്റുകൾ ഉപയോഗിച്ച് ഓരോ അക്ഷരവും പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, അതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ് ഈ ആസ്കിയുടെ പൂർണ്ണരൂപം. 7 ബിറ്റുകൾ കൊണ്ട് 128 അക്ഷരങ്ങളുടെ കോഡ് നിർമ്മിക്കാം. അപ്പോൾ ആസ്കിയിൽ 7 ബിറ്റുകൾ കൊണ്ടിട്ട് 128 അക്ഷരങ്ങളുടെ കോഡ് നിർമ്മിക്കാം. 8 ബിറ്റ് ഉപയോഗിക്കുന്നതിനെ എക്സ്റ്റെൻഡഡ് ആസ്കി എന്ന് വിളിക്കുന്നു. അപ്പോൾ 8 ബിറ്റ് ഉപയോഗിക്കുന്നതിന് എക്സ്റ്റെൻഡഡ് ആസ്കി എന്ന് പറയുന്നു. 7 ബിറ്റ് ഉപയോഗിച്ചിട്ട് 128 അക്ഷരങ്ങളുടെ കോഡ് ഉണ്ടാക്കാം.
അപ്പോൾ 8 ബിറ്റ് ഉപയോഗിച്ചിട്ട് എത്ര കോഡുകൾ ഉണ്ടാക്കാം? 256 അക്ഷരങ്ങളുടെ കോഡ് ഉണ്ടാക്കാം. ഇനി എഫ്സിഡിക്ക് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് എന്നതാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് എന്നാണ് എഫ്സിഡിക്കിൻ്റെ പൂർണ്ണരൂപം. IBM അതായത് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് നിർമ്മിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ എഫ്സിഡിക്ക് ഉപയോഗിക്കുന്നത് ഏതിലാണ്? IBM നിർമ്മിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ നിർമ്മിക്കുന്ന കമ്പ്യൂട്ടറുകളിലാണ് ഈ എഫ്സിഡിക്ക് ഉപയോഗിക്കുന്നത്. 8 ബിറ്റ് കോഡ് ഉപയോഗിച്ച് 256 അക്ഷരങ്ങൾക്ക് കോഡ് നൽകാൻ സാധിക്കും. 8 ബിറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 256 അക്ഷരങ്ങൾക്ക് കോഡ് നൽകാൻ സാധിക്കും ഇതിൽ. അടുത്തത് ഇസ്കി. വിവിധ ഇന്ത്യൻ ഭാഷകളിലെ അക്ഷരങ്ങളുടെ എൻകോഡിംഗ് സമ്പ്രദായമാണത്. അതായത് വിവിധ ഇന്ത്യൻ ഭാഷകളിലെ അക്ഷരങ്ങളുടെ എൻകോഡിംഗ് സമ്പ്രദായമാണ് ഇസ്കി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് എന്നും ഇതറിയപ്പെടുന്നു. അതാണ് ഇസ്കിയുടെ പൂർണ്ണരൂപം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് എന്നും ഇത് അറിയപ്പെടുന്നു. 8 ബിറ്റ് ഉപയോഗിച്ച് ഡാറ്റയെ പ്രദാനം ചെയ്യുന്നു. അതാണ് ഇസ്കി. അടുത്തത് യൂണിക്കോഡ്. ആഗോളതലത്തിൽ കാര്യക്ഷമമായ നിലവാരമുള്ള അക്ഷരങ്ങളുടെ എൻകോഡിംഗ് എന്നതാണ് യൂണിക്കോഡ് സമ്പ്രദായത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ആഗോളതലത്തിൽ കാര്യക്ഷമമായ നിലവാരമുള്ള അക്ഷരങ്ങളുടെ എൻകോഡിംഗ് എന്നതാണ് യൂണിക്കോഡ് സമ്പ്രദായത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 16 ബിറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ 65,536 അക്ഷരങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. യൂണിക്കോഡ് കൺസോർഷ്യം എന്ന സംഘടന സൗജന്യമായാണ് ഇത് നൽകുന്നത്. അപ്പോൾ യൂണിക്കോഡ് കൺസോർഷ്യം എന്ന സംഘടന സൗജന്യമായാണ് ഇത് നൽകുന്നത്. ലോകത്തിലെ എല്ലാ ലിഖിത ഭാഷകളിലുമുള്ള അക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ യൂണിക്കോഡിന് സാധിക്കുന്നു. അപ്പോൾ ലോകത്തിലെ എല്ലാ ലിഖിത ഭാഷകളിലുള്ള അക്ഷരങ്ങളെയും പ്രതിനിധാനം ചെയ്യാൻ സഹായിക്കുന്ന യൂണിക്കോഡ് ഏതാണ്? ചെയ്യാൻ സാധിക്കുന്നത് ഏതാണ്? യൂണിക്കോഡാണ്. മനസ്സിലായോ? ഇനി ഇപ്പോൾ പുതുതായി ഉണ്ടായ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു 3 കാര്യങ്ങളാണ്. ഓപ്പൺ AI അടുത്തിടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ. ഓപ്പൺ AI അടുത്തിടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് ChatGPT സെർച്ച്. അപ്പോൾ ഓപ്പൺ AI അടുത്ത ഇടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ എന്താണ്? ChatGPT സെർച്ച്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് സൂപ്പർ ആപ്പ്. അപ്പോൾ രാജ്യത്തെ റെയിൽവേ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് സൂപ്പർ ആപ്പ്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും വിവരങ്ങളും പ്രവർത്തനങ്ങളും ഏകീകരിക്കാൻ സർക്കാർ അവതരിപ്പിച്ച വെബ്സൈറ്റാണ് KREAP. അപ്പോൾ കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും വിവരങ്ങളും പ്രവർത്തനങ്ങളും ഏകീകരിക്കാൻ സർക്കാർ അവതരിപ്പിച്ച വെബ്സൈറ്റാണ് KREAP. അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സിൽ പെടുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഇന്ന് എടുത്ത ഈ ക്ലാസ് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് നോളജാണ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അതെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലെല്ലാം കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.